ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡ് 2,50,000 രൂപയുണ്ട്. ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് അത്രയില്ല. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഈ ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ള ഏരിയയാണ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഏരിയ അതായത് ക്രെഡിറ്റ് സൈഡ് കൂടിയ പ്രോഫിറ്റും ഡെബിറ്റ് സൈഡ് കൂടിയ ലോസ് ആയിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മൾ പറയും ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. നമ്മൾ ഡിഫറൻസ് നോട്ട് ചെയ്തു 83,750. അടുത്തത് ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, P&L അക്കൗണ്ടിലേക്ക് ബ്രോ ഡൗൺ ചെയ്തു 83,750. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ഇതുവരെയുള്ള സെക്ഷനാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ഇവിടെ നമ്മൾ ഈ ബ്രോ ഡൗൺ തുടങ്ങി നമ്മൾ P&L അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി P&L അക്കൗണ്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇൻഡയറക്റ്റ് ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യുക വിത്ത് ഇറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ ഡെബിറ്റ് സൈഡ് നോക്കുക. ഈ ഡെബിറ്റ് സൈഡിൽ ഇനി എന്തെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പർച്ചേസ് ഒന്നും എടുത്തു പോയി ബാങ്ക് ബാലൻസ് അസറ്റാണ്, വേജസ് ഡയറക്റ്റ് ആണ്, ഡെറ്റർ അസറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ്, ദെൻ നെക്സ്റ്റ് വൺ ഓഫ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലീഗൽ എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ചിലവുകൾ, അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതുപോലെ തന്നെ ഓഫീസ് റിലേറ്റഡ് വരുന്ന ഇൻകംസ്, അതെല്ലാം ഇൻഡയറക്റ്റ് ഇൻകംസ്. അപ്പോൾ P&L അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസ് നോട്ട് ചെയ്യുക. അപ്പോൾ ലീഗൽ എക്സ്പെൻസ് എടുക്കണം, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. അടുത്തത് ബിൽഡിംഗ് അസറ്റാണ് എടുക്കേണ്ട, മെഷീനറി അസറ്റ്, ബിൽസ് റിസീവബിൾ അസറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഓഫ് ദ എക്സ്പെൻസ് ഓഫീസ് എക്സ്പെൻസ്, അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. ദെൻ ഓപ്പറേഷൻ റൂം എടുത്തു കഴിഞ്ഞു. ദെൻ ഗ്യാസ് അതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ ഫാക്ടറി ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ നെക്സ്റ്റ് ഐറ്റം ഓഫീസ് ഫർണിച്ചർ അസറ്റ്, പാറ്റേൺ റൈറ്റ് അസറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റിൽ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ 10%, അതുപോലെ ബിൽഡിങ്ങിനും 6% ഉണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ വന്നാൽ ബിസിനസ്സിൻ്റെ ഒരു നോൺ ക്യാഷ് ഐറ്റമാണ്, അതായത് ക്യാഷായിട്ട് കൊടുത്തു വിടുന്നൊരു ഐറ്റം അല്ല. അത് ഡിപ്രീസിയേഷൻ വരുമ്പോൾ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി അക്കൗണ്ട്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ബിൽഡിംഗ് അക്കൗണ്ട്. അതായത് ഡിപ്രീസിയേഷൻ വന്നു കഴിയുമ്പോൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കുറയും, അതൊരു നോൺ ക്യാഷ് ഐറ്റമാണ്. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. മെഷീനറിയുടെ 10% എടുക്കുക, ആ എമൗണ്ട് മാത്രം, ആ 10% മാത്രം P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ബിൽഡിങ്ങിൻ്റെ 6% എടുക്കുക, ആ എമൗണ്ട് മാത്രം P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്, ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഓണർ ഇട്ടിരിക്കുന്ന ക്യാപിറ്റലിന് ബിസിനസ് അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ബിസിനസ് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ബുക്സാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് രണ്ടായിട്ട് എക്സ്പെൻസായിട്ട് ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റലിൻ്റെ 4% ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ 1,20,000 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 12,000. കുട്ടികൾ വരുന്നൊരു മിസ്റ്റേക്കാണ്, ഇവിടെ ഇത് മൈനസ് ചെയ്ത് കാണിക്കും. ഇവിടെ നമ്മൾ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്യുക. മൈനസ് എല്ലാം ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. ഇനി ബിൽഡിങ്ങിൻ്റെ 60,000 കോസ്റ്റ് ഉണ്ട്, 6% എന്ന് പറയുമ്പോൾ 3,600. നെക്സ്റ്റ് ലീഗൽ എക്സ്പെൻസസ്, ദെൻ ഓഫീസ് എക്സ്പെൻസസ്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. അത് ബിസിനസ്സിൻ്റെ ചിലവാണ്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ്. അതായത് ഓണറിന് ബിസിനസ് കൊടുക്കുന്ന ആ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ബിസിനസ് പലിശ കൊടുക്കണം, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് 2,10,000 ഉണ്ട്, അതിൻ്റെ റേറ്റ് എടുക്കുക 4% എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ റേറ്റ് എടുക്കുക. ചില ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടാവും, അപ്പോൾ നേരിട്ട് എമൗണ്ട് അവിടെ നമുക്ക് ഡെബിറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ഇൻകംസും തന്നിട്ടില്ല. ക്രെഡിറ്റ് സൈഡ് ചെക്ക് ചെയ്യാം, ഇത് ക്യാപിറ്റൽ, പിന്നെ ബിൽസ് പേബിൾ ലയബിലിറ്റിയാണ്, സെയിൽസ് ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്ത് പോയി, ഡയറക്റ്റ് ഇൻകമാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി, റിട്ടേൺ ഔട്ട്വേർഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോയി. അപ്പോൾ ഇതിൽ വേറെ ഇൻഡയറക്റ്റ് ഇൻകംസും തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിലെ. നെക്സ്റ്റ് നമ്മൾക്ക് P&L അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇത് ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ തുടങ്ങിയിട്ട് ഇവിടെ ഇൻകംസിനോട് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇൻകംസ് ഒന്നുമില്ല. നമുക്ക് ക്രെഡിറ്റ് സൈഡ് 83,750 വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു 31,400 റുപ്പീസ് കിട്ടും ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഡെബിറ്റ് സൈഡ് കുറവാണ്, ക്രെഡിറ്റ് സൈഡ് കൂടുതൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് നമുക്ക് മനസ്സിലായി അത് പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റിനെ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ഈ 83,750 രണ്ട് സൈഡിൽ നോട്ട് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, ഡിഫറൻസ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് 52,350 കിട്ടി. അപ്പോൾ നമ്മളീ പറയാം, നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് തുടങ്ങിയിട്ട് ആഡ് ചെയ്യുക. ദെൻ ഇവിടെ ഈ ഡിപ്രിസിയേഷൻ തുടങ്ങിയിട്ട് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡബിൾ ലൈൻ വരച്ചത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പിന്നെ പോകാൻ പാടില്ല.
അത് ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഈ ഗ്രോസ് പ്രോഫിറ്റ് ഡ്രോ നമ്മൾ പി ആൻഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഡിഫറൻസ് നമ്മൾക്ക് 50 to 350 കിട്ടി. ഇതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇത് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൻ്റെ കൂടെ ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് അറിയാം. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. അപ്പോൾ നമുക്കിത് രണ്ട് രീതി പ്രിപ്പയർ ചെയ്യാം. ലിക്വിഡിറ്റി ബേസിലും പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ പെർമനൻറ്റ് ബേസിലും പ്രിപ്പയർ ചെയ്യാം. ലിക്വിഡിറ്റി ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ക്യാഷ് സ്റ്റാർട്ട് ചെയ്യണം. ഏറ്റവും ലിക്വിഡ് അസറ്റുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് ക്യാഷ്, ബാങ്ക്, അങ്ങനെ പോയി ഏറ്റവും അവസാനം നമ്മൾ ഗുഡ് വില്ലിലേക്ക് എത്തും. അതാണ് നമ്മുടെ ലിക്വിഡിറ്റി ബേസിസ്. ഇനി പെർമനൻറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അസറ്റ് എന്താണോ അത് ആദ്യം റെക്കോർഡ് ചെയ്യുക. ലൈക്ക് ഗുഡ് വില്ല്, ഫിക്സ്ഡ് അസറ്റുകൾ ഇങ്ങനെ പോയിക്കോട്ടെ, ഏറ്റവും അവസാനം ക്യാഷ് വരും. നമുക്ക് ഏത് രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലയബിലിറ്റി സൈഡ് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ഈ ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡ് നോക്കുക. കാരണം ക്രെഡിറ്റ് സൈഡിലാണ് ലയബിലിറ്റികൾ എടുക്കുന്നത് ട്രയൽ ബാലൻസിൻ്റെ. നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ആദ്യം എന്തെടുക്കാം, ക്രെഡിറ്റേഴ്സ് എടുക്കുന്നുണ്ട്. ക്രെഡിറ്റേഴ്സിന് എടുക്കാം, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ബിൽസ് പേബിൾ എടുക്കാം, അത് നോട്ട് ചെയ്യാം. ലയബിലിറ്റി സൈഡ് ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റർ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബിൽസ് പേബിൾ 6500, അതും കറണ്ട് ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസും കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ ഒരു അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ട്, പി ആൻഡ് അക്കൗണ്ട് ഏതായിട്ടാണ് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടായ എക്സ്പെൻസ് മാത്രം ലയബിലിറ്റിയായിട്ട് കാണിക്കുക. പിന്നെ പറഞ്ഞത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ നോട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കിട്ടി, പി ആൻഡ് അക്കൗണ്ടിന് അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന സംഭവം നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നത് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണം. അതേസമയം ചില ക്വസ്റ്റ്യനിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ട്രയൽ ബാലൻസിലുണ്ടാവും. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എമൗണ്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ട്രയൽ ബാലൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് മാത്രം ചെയ്യാൻ മതി. ബാലൻസ് ഷീറ്റിൽ ഇതുപോലെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ ആഡ് ചെയ്യാൻ കാരണം ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പി ആൻഡ് അക്കൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലെസ് ഡ്രോയിങ്സ് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഏകദേശം ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് നോക്കാം. അസറ്റ് സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡ് നോക്കുക. ഇതിൻ്റെ പിന്നെ ബാങ്ക് ബാലൻസ് എടുക്കാം, കറണ്ട് അസറ്റാണ്. അതുപോലെ ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റ്, ദെൻ ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ്, ദെൻ ഇത്ര ഐറ്റംസ് എല്ലാം കറണ്ട് അസറ്റുകൾ. ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്, ഇതെല്ലാം നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്ത് എഴുതണം. പിന്നെ വരേണ്ടത് നമ്മളുടെ ഫിക്സ്ഡ് അസറ്റുകൾ നോട്ട് ചെയ്യുമ്പോൾ അതിൽ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യണം. സോ ക്യാഷ്, ബാങ്ക് ബാലൻസ്, ബിൽസ് റിസീവബിൾ, ഡെറ്റർ, ക്ലോസിംഗ് സ്റ്റോക്ക്. നെക്സ്റ്റ് ഐറ്റം ബിൽഡിങ്സ്, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക 56,400. മെഷീനറി ഡിപ്രിസിയേഷൻ 1,08,000. അതുപോലെ ഓഫീസ് ഫർണിച്ചർ. ദെൻ ലാസ്റ്റ് നമ്മുടെ പേറ്റൻറ്റ് 18,800. നമ്മുടെ ലീഗൽ എക്സ്പെൻസ് ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. അത് 4,400 അല്ല, 4,000 ആയിരുന്നു. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ചെറിയ വ്യത്യാസം വന്നു, 52,750 ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒന്നുകൂടി കറക്റ്റ് ചെയ്തേക്കുക. ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ് 52,750, 350 അല്ല 750 ആണ്. ദെൻ ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,71,150. സോ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ രണ്ട് സൈഡ് ടാലി ആവും. 3,27,700, 3,27,700. നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്നുകൂടെ നോക്കാം. നമുക്ക് ലയബിലിറ്റി സൈഡ്, അതുപോലെ അസറ്റ് സൈഡ്. ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ക്രെഡിറ്റേഴ്സ്, ദെൻ ബിൽസ് പേയബിൾ, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ദെൻ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് ആഡ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇത് തന്നിരിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മാത്രമേ ഇവിടെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ഐറ്റം ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നെങ്കിൽ ജസ്റ്റ് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തേക്കുക, അത്രേ ചെയ്യാനുള്ളൂ. പിന്നെ അസറ്റ് സൈഡിൽ നമ്മൾ ലിക്വിഡ് അസറ്റുകൾ ആദ്യം നോട്ട് ചെയ്തു. ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റർ, ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ബിൽഡിംഗ് ഡിപ്രിസിയേഷൻ നോട്ട് ചെയ്യുമ്പോൾ അസറ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. ബിൽഡിംഗ് ലെസ് ഡിപ്രിസിയേഷൻ, മെഷീൻ ലെസ് ഡിപ്രിസിയേഷൻ, ദെൻ ഓഫീസ് ഫർണിച്ചർ, ദെൻ പാറ്റൻറ്റ്. സോ ടോട്ടൽ 3,27,700. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. അല്ല, ട്രേഡിംഗ് അക്കൗണ്ട് നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് വരലൈസേഷനാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് റിട്ടേൺ, ദാറ്റ് മീൻസ് റിട്ടേൺ ഔട്ട്വേർഡ്സ് ഓർ പർച്ചേസ് റിട്ടേൺ. ക്രെഡിറ്റ് സൈഡ് സെയിൽസ്, ലെസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ഡെബിറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ലൈക്ക് ഗ്യാസ്, ഫ്യൂൽ, എക്സെട്ര. നിങ്ങൾ പഠിക്കണം ഏതൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് പഠിക്കാനുള്ള ഈസി മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാക്ടറി സൈറ്റിൽ വന്ന ചിലവുള്ളതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ അത് ബാലൻസ് ചെയ്യുക, ഡിഫറൻസ് കിട്ടും. ഈ സൈഡിൽ കൂടിയ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് 80-750 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അതിന് അടുത്തേക്ക് ബ്രോഡ് വൺ ചെയ്യണം. ഇവിടെ തുടങ്ങിയിട്ട് ഈ ബ്രോഡ് വൺ തുടങ്ങി P&L അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ വേണ്ടത് ക്വസ്റ്റ്യൻ ഡാറ്റ ഇൻകംസിനും ക്രെഡിറ്റ് ചെയ്യുക, ബാക്കിയുള്ള ഡാറ്റ എക്സ്പെൻസുകൾ മാത്രം ഇവിടെ ഡെബിറ്റ് ചെയ്യുക. ദെൻ ഒരിക്കലും ഡിപ്രിസിയേഷനോട് മൈനസ് ചെയ്യാൻ പാടില്ല. ആ എമൗണ്ട് മാത്രം റെക്കോർഡ് ഡിപ്രിസിയേഷൻ എമൗണ്ട് മാത്രമായിട്ട് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. അതിനിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് നോട്ട് ചെയ്തു, അതിലൂടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ദെൻ കറണ്ട് അസറ്റ്, ദെൻ ഫിക്സ്ഡ് അസറ്റ് ലെസ് ഡിപ്രിസിയേഷൻ, ദെൻ ലാസ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ടോട്ടൽ 3,27,700 3,27,700 rupees. So total.